നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസ് ഇസ്രായേൽ പോരാട്ടത്തിന് ഇതുവരെ ഒരു അയവ് വന്നിട്ടില്ല. ഗാസയിൽ നിരവധി വ്യക്തികൾ മരിച്ചു വീഴുകയാണ്. അതുകൊണ്ട് തന്നെ ഗാസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കുക, ആ ഒരു സംവിധാനം നിലവിൽ വരാൻ കൊടുമ്പുരി കൊണ്ടുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്, ചർച്ചകൾ നടക്കുകയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം, ഗാസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കാൻ ഇസ്രായേൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. 40ഓളം ബന്ദികളുടെ മോചനത്തിന് പകരമായി ഗാസയിൽ 40 ദിവസം താൽക്കാലിക വെടിനിർത്തൽ നടപ്പാക്കാമെന്നാണ് ഇസ്രായേലിന്റെ നിർദ്ദേശം. കൈറോ ചർച്ച വിജയിക്കണമെങ്കിൽ ഈ നിർദ്ദേശത്തോട് ഹമാസ് അനുകൂലമായി പ്രതികരിക്കണം. ഹമാസിന്റെ പ്രതികരണം എന്താണ് എന്നാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത്. ഗാസയിൽ സ്ഥിരമായ വെടിനിർത്തലും ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റവുമാണ് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. വിട്ടുവീഴ്ച ചെയ്യാൻ ഹമാസിന് മേൽ മധ്യസ്ഥരായ ഈജിപ്തും ഖത്തറും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. റിയാദിൽ വേൾഡ് ഇക്കണോമിക് ഫോറം നടക്കുന്നുണ്ട്. ഇതിനിടെ യുദ്ധാനന്തര ഗാസ, അതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അറബ് നേതാക്കളുമായി ചർച്ച ചെയ്യുകയുണ്ടായി. വെടിനിർത്തൽ കരാർ അംഗീകരിക്കുകയാണെങ്കിൽ ഇസ്രായേലിൽ നെതന്യാഹു സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന ഭീഷണി തീവ്ര വലതുപക്ഷ കക്ഷികൾ വീണ്ടും ഉന്നയിക്കുകയാണ്. അതേസമയം 24 മണിക്കൂറിനിടെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ബോംബ് ആക്രമണങ്ങളിൽ 40 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. റാഫയിൽ 3 വീടുകളിൽ നടത്തിയ ബോംബ് ആക്രമണങ്ങളിൽ 25 പേർ മരിച്ചു. വടക്കൻ ഗാസയിൽ 6 പേർ മരിച്ചു. അൽ നുസ്രത്തിൽ 4 പേരും മധ്യ ഗാസയിൽ 5 പേരുമാണ് ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. ഗാസയിലെ ജീവകാരുണ്യ പ്രവർത്തനം വീണ്ടും തുടങ്ങുമെന്ന് US ആസ്ഥാനമായ സന്നദ്ധ സംഘടന വേൾഡ് സെൻട്രൽ കിച്ചൺ അറിയിച്ചിരിക്കുകയാണ്. ഭക്ഷണപ്പൊതികളുമായി ജോർദാൻ വഴി റാഫയിലേക്ക് ട്രക്കുകൾ അയക്കാനാണ് ഇവരുടെ നീക്കം. മാത്രമല്ല, സമൂഹ അടുക്കള അൽ മവാസിയിൽ സജ്ജീകരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഈ മാസം 1-ാം തീയതി വടക്കൻ ഗാസയിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ 7 പ്രവർത്തകർ കൊല്ലപ്പെട്ടിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലായിരുന്നു സംഘടന പ്രവർത്തനം നടത്തിയത്. എന്തായാലും അവർ വീണ്ടും പ്രവർത്തനം തുടങ്ങാനുള്ള നീക്കത്തിലാണ്. അതേസമയം ഇന്നലെ പുറത്തു വന്ന മറ്റൊരു വാർത്ത, ഗാസയിൽ നിവാസികൾ വെന്തൊരുക്കുകയാണ്. ഇസ്രായേലിന്റെ ക്രൂരത ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, മറുഭാഗത്ത് കനത്ത ചൂടും ഗാസയിൽ ദുരിതം വിതയ്ക്കുന്നു. ചൂട് കാരണം 2 കുട്ടികൾ മരിച്ചതായി UN അഭയാർത്ഥി ഏജൻസിയായ UNRWA റിപ്പോർട്ട് ചെയ്തു. ഇനി എന്തൊക്കെയാണ് ഇവർ സഹിക്കേണ്ടത്? മരണം, പട്ടിണി, രോഗം, പലായനം. ഇപ്പോഴത്തെ കനത്ത ചൂടും അവർ നേരിടുന്നുവെന്നാണ് അധികൃതർ പറയുന്നത്. താപനില ഉയരുന്നതനുസരിച്ച് ഗാസയിലെ ജീവിത സാഹചര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്നും UN ഏജൻസി വ്യക്തമാക്കി. കുടിക്കാനും കുളിക്കാനും അലക്കാനും ഒക്കെ 15 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം വേണ്ടെടുത്ത് ആകെ കിട്ടുന്നത് 1 ലിറ്ററിലും താഴെ വെള്ളമാണ്. കുട്ടികളാണ് ഇതിന്റെ ദുരിതം ഏറെ നേരിടുന്നത്. ആവശ്യത്തിന് വെള്ളവും മരുന്നൊന്നും കിട്ടുന്നില്ല എന്ന് മുൻപ് തന്നെ വ്യക്തമായതാണ്. ഇതിനകം തന്നെ മാരകമായ ഇസ്രായേലി ആക്രമണത്തിൽ തകർന്നിരിക്കുകയാണ് ഫലസ്തീൻ ജനത. 34,000-ലേറെ പേരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ മരണം വരിച്ചത്. മാത്രമല്ല, കനത്ത ചൂടും കൂടി വർദ്ധിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഗാസ യുദ്ധക്കളമായി മാറിയത്. യുദ്ധം 6 മാസം പിന്നിട്ടു. ഗാസയുടെ വലിയൊരു ഭാഗം തകർന്നടിഞ്ഞു കിടക്കുകയാണ്. ഇതുവരെ യുദ്ധത്തിനൊരു അയവ് വന്നിട്ടില്ല. ഹമാസിനെ ഉന്മൂലനാശം ചെയ്യാതെ പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് ഇസ്രായേൽ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.